ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റിലോ അതികേമനായിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ചിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വേറെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ആദ്യം ഈ ഒരു സ്റ്റെപ്പ് ആദ്യം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല തിളച്ചിട്ടുള്ള പാലാവുമ്പോൾ അപ്പോൾ തന്നെ അതിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ചിട്ടുള്ള പാലെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ട് അതവിടെ മാറ്റി ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കണം കേട്ടോ, ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ എന്തിനാണ് ചേർക്കാന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടു. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കൊക്കോ പൗഡർ ക്രസ്റ്റ് ക്രംസ് എന്ന ബ്രാൻഡിൻ്റെതാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ നല്ല ഡാർക്ക് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിവിടെ മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ മുട്ടയിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ആ ഡ്രൈ ആയിട്ടുള്ള മുട്ടയിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. 4 മുട്ട വെച്ചിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വരണം കേട്ടോ, അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് വൈറ്റ് കളറായിട്ട് വരും. നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി മുട്ടയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, 1/4 കപ്പ് പാലിലേക്ക് ബൂസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്ചർ അതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് മിക്സ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ സ്പീഡില്ല, സാവധാനം വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്പീഡിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയുടെ ഫ്ലഫിനെസ് ഒക്കെ പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടുക അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നാൽ കംപ്ലീറ്റ് എയർ ബബിൾസ് പോവുകയും ചെയ്യും. അതിനുശേഷം ഇതുപോലെ ഒരു പഴയൊരു പാനിൽ വെച്ചിട്ടാണ് അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നേരിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാന് ആദ്യം തന്നെ ഒന്ന് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഹോളൊക്കെ ഉള്ള ലിഡാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 25-30 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് ബേക്കായിട്ട് വരും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രലൈൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നട്സ് ഒരു 1/4 കപ്പ് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബദാമും അതുപോലെ കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂസ് വേണം മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു സെയിം പാനിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കാരമലൈസ് എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതാ ഇത് കാരമലായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ്, നമുക്ക് ഏത് നട്ട്സാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നട്ട്സ് കൂടെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം, അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഷുഗർ സിറപ്പിന് പകരം ഒരു മിൽക്ക് മിക്സ്ചറാണ് റെഡിയാക്കി എടുക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലെയറാക്കി എടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് നല്ല ഇളം ചൂടുള്ള പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പാൽ തന്നെ മതിയാവും. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താലും അങ്ങനെയൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ബൂസ്റ്റ് പൗഡർ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്റ്റിഫാകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബൂസ്റ്റ് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 5 രൂപയുടെ പാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ 2 പാക്ക് ബൂസ്റ്റ് പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് പൗഡർ ഇങ്ങനത്തെ പോലത്തെ പാക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ബൂസ്റ്റ് പൗഡറിൻ്റെ ഈ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ നമ്മൾ 2 പാക്ക് തന്നെ എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇതിലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ കേക്കൊക്കെ ഒന്ന് ലെയറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ ഇങ്ങനെ കേക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് ലെയറാക്കി എടുക്കുക, അതുപോലെ തന്നെ ഐസിങ് സ്റ്റിഫാക്കി എടുക്കാനുള്ള ടിപ്സ്, അതുപോലെ പെർഫെക്റ്റ് ഷാർപ്പ് എഡ്ജ് എങ്ങനെ ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്, വലിയൊരു കേക്ക് ബേസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ മിൽക്ക് മിക്സ്ചർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മുടെ ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ലെവലാക്കിയതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. 1 2 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പ്രലൈന് പൊടിച്ചത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് കട്ടിയിൽ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം 2ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. അതും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക.
പിന്നെ നമുക്ക് അതിൻ്റെ മേലായിട്ട് പ്രലൈനും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യാം. ഷുഗർ സിറപ്പല്ല, മിൽക്ക് മിക്സ്ചർ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോൾ ഇങ്ങനെ സൈഡൊക്കെ കറക്റ്റാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുന്ന സമയത്തൊക്കെ കേക്കിൽ നമ്മുടെ ഈ ഒരു പാലറ്റ് നൈഫ് ടച്ച് ചെയ്യാതെ നോക്കിയാൽ നമ്മളെ ക്രംസ് അധികം ക്രീമിൽ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രീമാക്കി കൊടുത്തിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. മേലെയാണ് ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം. എന്നിട്ടൊരു ഇതുപോലത്തെ വലിയൊരു നോസിലെടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫൈനൽ ഫ്രോസ്റ്റിങ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിൻ്റെ മേലെ ഗനാഷ് ഒഴിക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം വെച്ചിട്ട് സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പാർട്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഹാഫ് പാർട്ടേ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗനാഷ് ഉണ്ടാക്കുന്ന സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചോക്ലേറ്റ്, ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക. അങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബാക്കിയുള്ള പ്രലൈന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിർബന്ധമല്ല, പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ പ്രലൈന് വെച്ച് കൊടുക്കണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ബാക്കി ഉണ്ടായപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് ഒരു ഗോൾഡൻ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിന് നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് 900, 1000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കേക്കിന് റേറ്റ് ഫിക്സ് ചെയ്യാം. അതിനുള്ള നമ്മൾ ഇതിൽ വരുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. പിന്നെ നട്ട്സൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ കോസ്റ്റ് കൂടും. അപ്പോൾ 900 മുതലൊക്കെ നമുക്കിതിന് റേറ്റ് വാങ്ങിക്കാം 1 kg കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിന് 900 ഒക്കെ വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് ഓവറായിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ റേറ്റ് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്